പുലർച്ചെ 3:30 മലപ്പുറം പാങ്ങ് പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും കുടുംബവും അടങ്ങുന്ന 13-അംഗ സംഘം യാത്ര പുറപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടെമ്പോ ട്രാവലറിലാണ് യാത്ര. ലക്ഷ്യം 200 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ ജില്ലയിലെ അതിസുന്ദരമായ വാൽപ്പാറ. അധ്യാപകരും സ്കൂൾ ഡ്രൈവറും ട്രാവലർ ഡ്രൈവറും അടങ്ങുന്ന സംഘം യാത്ര തുടർന്നു. പട്ടാമ്പി, തൃശൂർ, ചാലക്കുടി വഴി വാഹനം മുന്നോട്ട് നീങ്ങി. രാവിലെ 8 മണിയോടെ സംഘം ഏഴാറ്റുമുഖവും പിന്നിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം. മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും ആസ്വദിച്ച സംഘം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്തു. 10 മണിയോടെ വാഴച്ചാൽ പിന്നിട്ട് യാത്ര. കാട്ടിലൂടെ വാഹനം മുന്നോട്ട്. കാടിന്റെ വന്യതയും നിശബ്ദതയും ആസ്വദിച്ച് യാത്ര ഉച്ചയോടെ കേരളത്തിലെ അവസാന ഗ്രാമമായ മലക്കപ്പാറയിൽ. ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചു. അടുത്ത ലക്ഷ്യം തമിഴ്നാട്ടിലെ വാൽപ്പാറ. വാൽപ്പാറയുടെ മനോഹാരിത ആസ്വദിച്ച് പൊള്ളാച്ചി, പാലക്കാട് വഴി തിരികെ പാങ്ങിലെത്തുകയായിരുന്നു ലക്ഷ്യം. വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളും തടാകവും കണ്ട് വാഹനം വീണ്ടും മുന്നോട്ട്. വൈകിട്ട് 4 മണിയോടെ വാഹനം വാൽപ്പാറ പൊള്ളാച്ചി റോഡിലേക്ക് പ്രവേശിച്ചു. 40 ഹെയർപിൻ വളവുകൾ അടങ്ങിയ അതീവ അപകടം പിടിച്ച വഴിയാണ് ഇനി മുന്നിൽ. ഡ്രൈവർ ഫായിസ് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ കൊടും വളവുകൾ കയറി വരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ കാണാം. സാവധാനം ബ്രേക്ക് പിടിച്ച് വാഹനം മുന്നോട്ട്. ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വാഹനം പൊള്ളാച്ചി ലക്ഷ്യമാക്കി നീങ്ങി. വൈകിട്ട് 5:15 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് വാഹനത്തിന് നിയന്ത്രണം വിട്ടുവെന്ന് ഡ്രൈവർ ഫായിസ് മനസ്സിലാക്കി. പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് കൂട്ട നിലവിളി. 13-ാം ഹെയർപിൻ വളവിലെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ച ശേഷം 800 അടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞു. വന്നു വീണത് 9-ാം ഹെയർപിൻ വളവിൽ. വീഴ്ചയിൽ വാഹനം തകർന്ന് തരിപ്പണമായി. ജീവനായി അവർ നിലവിളിച്ചു. വഴിയിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ഓടിയെത്തി. പലരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പിന്നാലെ വനം വകുപ്പും ഫയർഫോഴ്സ് സംഘവും വാൽപ്പാറയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് കുതിച്ചു. ഈ മരിച്ച എല്ലാ ഗുരുനാഥന്മാർക്കും ആദരാഞ്ജലികൾ. എന്തായാലും നമുക്കൊരു അറിവ് പകർന്നു തരുന്ന ടീച്ചർമാരാണ്. അത് നമ്മൾക്കെന്നല്ല, നമ്മളെ മക്കൾക്കെന്നല്ല, സ്കൂളിൽ വരുന്ന, അതായത് മലപ്പുറം പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപികമാരാണ്. അത് എവിടുത്തെ അധ്യാപികമാരായാലും അവർ ഗുരുക്കന്മാരാണ്. അവർക്കൊരിക്കൽ കൂടി ആദരാഞ്ജലികൾ. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ദ്രോഹിനെ പറ്റി, പരമദ്രോഹിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു നാടാകെ കണ്ണീരിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസരത്തിലാണ് ഇവൻ, ഈ നാറി എന്ന് പറയുന്ന ഇവൻ, ഒരു വീഡിയോൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് കമൻ്റ് ചെയ്തിട്ടാ. കാരണം വെച്ചാൽ എന്തായാലും എന്താ പറയുക, മനുഷ്യന്മാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. പഠിച്ചവൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ആണായാലും പെണ്ണായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും നമ്മൾ ഒന്നാണ്. അപ്പം മനുഷ്യന്മാരാണ് ഇത് മതങ്ങളിങ്ങനെ തിരിച്ചു വെച്ചത്. അപ്പം അത്രയും പക മനസ്സിലിട്ടിട്ടാണ് ഈ നാറി എന്ന് പറഞ്ഞ ഇവൻ പിന്നെ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇട്ടിന്. കാരണം എന്ന് വെച്ചാൽ ഈ മരിച്ചതിൽ ഇവൻ്റെ ഭാര്യയോ ഇവൻ്റെ പെങ്ങളോ ഇവൻ്റെ മകളായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നാറി, ഈ തെണ്ടി ഇങ്ങനത്തെ വർത്താനം പറയൂല. അവനെ കാണുമ്പം ഏകദേശം ഒരു 50 വയസ്സിന് മുകളിലോട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. പക്ഷെ വയസ്സ് എത്ര ആയിക്കോട്ടെ, നമ്മളെ മനുഷ്യന്മാരുടെ വായിലെ നാവും മനസ്സും നന്നാക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവർ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളാരുമല്ല. പക്ഷെങ്കിൽ ആ ഒരു ദുരന്ത വാർത്ത എല്ലാവരും വിഷമിപ്പിച്ചു. കാരണം മരിച്ചത് എന്താ പറയുക, ഒരു മരങ്ങളോ അതൊന്നല്ല, സാധാ ജീവനുള്ള മനുഷ്യന്മാരാണ്. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും എനിക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇടാൻ തോന്നില്ല. പരമദ്രോഹി.